നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഭഗവത്ഗീതയിലെ 2-ാം ചാപ്റ്ററിൽ സാഖ്യയോഗം എന്ന അധ്യായത്തിലെ കർമ്മണ്യവാധികാരസ്ഥ എന്ന് തുടങ്ങുന്ന 47, 48, 49 എന്നീ ശ്ലോകങ്ങളെക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്തിരുന്നു. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് സാഖ്യയോഗത്തെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം ബുദ്ധിയോഗത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കൂ. അത് സ്വല്പം പോലും അഭ്യസിച്ചു കഴിഞ്ഞാൽ മഹത്തായ ഭയത്തെ പോലും അതിക്രമിക്കും. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ചയിലേക്ക് വരികയാണ് ഭഗവാൻ. അപ്പോൾ അവിടെ ഉപദേശിക്കുമ്പോൾ ആദ്യം കർമ്മണ്യവാധികാരസ്ഥേ, കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ എന്നും കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല, അതെല്ലാം നമ്മുടെ ഇച്ഛയ്ക്കല്ല നടക്കുന്നത് എന്നുകൊണ്ട് ആ കർമ്മഫലത്തെ ഇച്ഛിക്കേണ്ട, ത്യജിച്ചോളൂ. അതിൽ ഇച്ഛ വേണ്ട, കർമ്മഫലത്തിൽ ഇച്ഛ വേണമെന്നില്ല. കർമ്മഫലത്തിലെ അറിയാതെ ഒരാൾ ഒന്നിൽ ഇറങ്ങുന്നില്ലല്ലോ. പക്ഷെ അതിൽ ഇച്ഛിക്കേണ്ട, അത് ഇന്ന പോലെ ആകും അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ ആകില്ല, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്ന് ആ വിവേകത്തോടു കൂടി കർമ്മഫലത്തെ ത്യജിക്കുക, ഇച്ഛിക്കാതിരിക്കുക. അതോടൊപ്പം കർമ്മഫല ഹേതുർഭൂർ കർമ്മഫല ഹേതുവിൽ നീ ഒരു കാരണമാകരുത് എന്നതുകൂടി ഉപദേശിക്കുന്നുണ്ടായില്ല. അപ്പോൾ കർമ്മഫല ഹേതു ആകരുതെന്ന് പറഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്തത് കൊണ്ടാണ് ഈ കർമ്മഫലം കിട്ടിയത് എന്നതിന്, ആ കർമ്മഫലത്തിന് ഹേതു പോലും ആകരുത് എന്നതുകൂടി ഉപദേശിച്ചു ഭഗവാൻ. അപ്പോൾ ഹേതു ആകാതെ ആ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുവർത്തിച്ച് സ്വധർമ്മമാകുന്ന കർമ്മം, അല്ലാതെ അന്യധർമ്മങ്ങളല്ല, സുധർമ്മമാകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫലങ്ങളിൽ നിന്നൊന്നും ഇച്ഛയില്ല എങ്കിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്യാതിരുന്നോടെ എന്നാണെങ്കിൽ, അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റു പല അനാവശ്യ കർമ്മങ്ങളിലേക്കും നമ്മൾ പോകും. മനുഷ്യൻ്റെ ഒരു ശരീരം നിലനിർത്തണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കർമ്മം, ശ്വാസം പോലും എടുക്കണം ജീവിതം നിലനിർത്താൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതിനും കൂടി അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിടെ പറയുന്നു മാത്തേ സംഘോസ്ത അകർമ്മണി എന്നതുകൂടി പറഞ്ഞുകൊണ്ട് ആ അകർമ്മത്തിലേക്ക് പോലും സംഘമുണ്ടാകാതെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് അതിൻ്റെ ഫല ഇച്ഛ ഇല്ലാതെ, അതിൻ്റെ അറിവ് മതി, ഫല ഇച്ഛ ഉണ്ടാവണമെന്നൊന്നുമില്ല, അങ്ങനെയും കർമ്മങ്ങൾ ചെയ്യാം. അവിടെ സ്വാർത്ഥ ബുദ്ധി ഇല്ല, ആ സ്വാർത്ഥതയില്ലാതെ അവ കർമ്മം ചെയ്യാൻ ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടത് അതിൻ്റെ ചുരുക്കമാണിത്. അടുത്ത ശ്ലോകം നോക്കാം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാ യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അപ്പോൾ ഈ സമത്വ ബുദ്ധിയുക്തനായിക്കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണ്? അപ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു. അതിനൊരു ഫലമുണ്ട്. ഈ കർമ്മയോഗം ചെയ്യുന്നതിന് എന്താ കാര്യം? അതിന് ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധി കൊണ്ടേ ആത്മജ്ഞാനത്തിന് തത്വബോധം ശ്രവണമുണ്ടായാലും അതിന് നിഷ്ഠയുണ്ടാവുള്ളൂ, വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ ആ തത്വജ്ഞാനത്തിൻ്റെ ബോധനിശ്ചയം, അല്ലെങ്കിൽ തത്വബോധം നിശ്ചയമായിട്ടും ഉദിക്കാൻ, അല്ലെങ്കിൽ അവിടെ മോക്ഷം പ്രാപ്തമാവാൻ ആ മനസ്സിൽ ചിത്തത്തിന് ശുദ്ധി ഉണ്ടാകണം, ചിത്തശുദ്ധി ഉണ്ടാകണം. ആ ചിത്തശുദ്ധിക്കാണ് ഈ കർമ്മയോഗം. അപ്പോൾ പണ്ട് സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനലക്ഷണം പറഞ്ഞ് ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധി വന്നവന് അവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ വൈദികമായ കർമ്മങ്ങൾ തന്നെ, അത് കാമ്യകർമ്മങ്ങളല്ലാതെ നിത്യനൈമിത്യ കർമ്മങ്ങൾ കർമ്മയോഗപരമായി ചെയ്യുന്നു. നിത്യകർമ്മങ്ങളുണ്ട്, നൈമിത്യ കർമ്മങ്ങളുണ്ട്, കാമ്യകർമ്മങ്ങളുണ്ട്. ഇന്നും കാമനകളോടുകൂടിയാണ് നമ്മളെല്ലാ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ നിഷേധിക്കുകയാണ് അന്ന് ചെയ്ത കർമ്മയോഗത്തിൽ. ഇന്നും നിഷേധിക്കപ്പെടേണ്ടത് അത് തന്നെയാണ്. എങ്ങനെ നിഷേധിക്കണം? കാമ്യങ്ങളായിട്ടല്ല, നമ്മുടെ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്കല്ല നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. സ്വാർത്ഥമായ ലൗകികമായ തുച്ഛമായ നേട്ടങ്ങൾക്കല്ല ഭക്തിയും മറ്റുള്ള സാധനങ്ങളും മറ്റ് പൂജകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സ്വാർത്ഥമായ നേട്ടങ്ങൾക്കല്ല, ചിത്തശുദ്ധിക്കായിട്ടാണ് ചെയ്യേണ്ടത്. അത് ചിത്തശുദ്ധി, അതിനെപ്പോലും ഈശ്വരപ്രസാദമായിട്ട് കിട്ടുന്ന ചിത്തശുദ്ധി പോലും ഈശ്വരൻ്റെ അനുഗ്രഹം, എന്തിന്? ആത്മജ്ഞാനത്തിന്. അതുപോലും കാക്ഷിക്കാതെ, അതുപോലും ഇച്ഛ വേണ്ട, അതും നമ്മുടെ കയ്യിലല്ല
ഈശ്വരന് ഇച്ഛ ഉണ്ടെങ്കിലേ ഒരാളെ മുക്തനാക്കുന്നുള്ളൂ. ബദ്ധനാക്കി നിർത്തുന്നതും ഈശ്വരൻ തന്നെയാണ്, മുക്തനാക്കുന്നതും ഈശ്വരനാണ്. ഈശ്വര ഇച്ഛയില്ല അവിടെ യാതൊന്നും നടക്കുന്നില്ല എന്ന അറിവാണ് കർമ്മയോഗം. ആ അറിവിൽ ഒന്നിനെ ഇച്ഛിക്കാതെ എല്ലാം ഈശ്വരാർപ്പണ, ഈശ്വരനാണ് ചെയ്യുന്നതെന്നറിഞ്ഞ് നമ്മുടെ ഈശ്വര പ്രേരണയിലാണ് എല്ലാം നടക്കുന്നത്. ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ ഒരു മനസ്സിലെ ചിന്ത പോലും, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ഏതും ഈശ്വരൻ്റെ ഇതാണെന്ന് അറിഞ്ഞ്, ശരീരത്തിൽ നമ്മുടെ ഏതിലെങ്കിലും നമുക്ക് ഒരു കൈ പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഈശ്വരൻ്റെ ഇച്ഛ വേണം. ഞാൻ ചെയ്യുന്നു എന്നുള്ളത് അഹന്തയാണ്, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് സത്യം. ഞാൻ എൻ്റെ അഹന്ത കൊണ്ട് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നു ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അത് നമുക്ക് സൂക്ഷ്മമായി ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചിന്ത പോലും അത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ ഒരിടത്ത് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ നാളെ ചെയ്യുമ്പോൾ നാളെ പോകുന്നു. അതിന് തടസ്സമായിട്ട് പലതും വരാം, പറ്റാതാവാം, നാളെ എണീക്കണം എന്നൊന്നും കുഴപ്പമില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ഈശ്വര ഇച്ഛ പോലാണ്. ജീവൻ പോലെ നിലനിൽക്കുന്നതും ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നത് പോലും നമ്മുടെ ഇച്ഛ കൊണ്ടല്ല, ശ്വാസം എടുക്കുന്നത് പോലും നമ്മുടെ ഇച്ഛ കൊണ്ടല്ല. എന്നിരിക്കെ നമ്മുടെ അഹന്തയ്ക്ക് യാതൊരു അർത്ഥവുമില്ല, അവിടെ എല്ലാം ഈശ്വര ഇച്ഛ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ആ കർമ്മയോഗത്തിൽ എന്താണ് ഉണ്ടാകുന്നത് ഫലമായിട്ട്? അപ്പോൾ ബുദ്ധിയുക്ത ജഹാദി ഇഹ ഉഭയേ സുഹൃത ദുഷ്കൃതേ. രണ്ടും, സുഹൃതവും ദുഷ്കൃതവും, പുണ്യവും പാപത്തെയും പരിത്യജതി ജഹാദി. നമ്മളിവിടെ അതിനെ പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്. ആര്? ബുദ്ധിയുക്തൻ. ഒരു കർമ്മയോഗി ചെയ്യുന്നത് പുണ്യത്തെയും പാപത്തെയും രണ്ടിനെയും സ്വീകരിക്കുന്നില്ല. കർമ്മഫലങ്ങളായ പുണ്യവും പാപവും രണ്ടും അവനില്ല, അവൻ കർമ്മം ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതൊരു സാധനയാണ്. എങ്ങനെ? നമ്മുടെ അഹന്തയെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട്, എല്ലാം ഭഗവത് പ്രേരണ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ ഫലങ്ങളിലും എനിക്ക് അത് യാതൊരുവിധ അധികാരവും ഇല്ലെന്നറിഞ്ഞ് ഞാൻ ആ ഫലങ്ങളിൽ ഇച്ഛ വെക്കാതെ, ഇച്ഛയേ ഇല്ല, അറിവുണ്ട്, ഇന്ന ഫലത്തിന് ഇന്ന അറിവാണ്, ചിത്തശുദ്ധിയാണ് കർമ്മയോഗത്തിലൂടെ, അല്ലെങ്കിൽ വേറെ ഏത് കർമ്മമായല്ല, ലൗകികമോ ആത്മീയമായ കർമ്മങ്ങൾ ഇന്നതാണെന്ന് അറിവുണ്ട്. പക്ഷെ അറിവിൽ എനിക്ക് ഇച്ഛയില്ല. അപ്പോൾ സ്വാർത്ഥതയില്ലാതെ, നിസ്വാർത്ഥമായി, സ്വാർത്ഥ ബുദ്ധിയില്ലാതെ കാര്യങ്ങളെ ഭഗവത് അർപ്പണമായിട്ട് ഭഗവാന്റെ ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഭഗവാന് വേണ്ടി ഈശ്വരനായിക്കൊണ്ട് ചെയ്തുകൊണ്ട്, ഈശ്വരനാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട്, അങ്ങനെ ആ അറിവിനെ പരിപൂർണത, ആ അറിവ് നിശ്ചയമായിരിക്കണം. അതാണ് കർമ്മയോഗിക്ക് ആവശ്യം. അതാണ് ഭക്തിയും. അല്ലാണ്ട് വിശ്വാസമല്ല അവിടെ ഭക്തി. അന്ധമായി വിശ്വസിക്കില്ല, ഇതിനെ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഭഗവാനെ എല്ലാം നീ തന്നെയാണെന്നുള്ളത്, ഇനി ഞാനൊന്നിലും അതിലെനിക്ക് ഇതില്ല, ഞാനൊരു യന്ത്രം മാത്രമാണ്, യന്ത്രി നീയാണെന്നുള്ളത് പരമമായ ബോധ്യമുണ്ടായിക്കൊണ്ട്, ഈശ്വരബോധ്യമുണ്ടായി, ഈശ്വരനാണ് ഇതെല്ലാത്തിൻ്റെ നിയന്താവെന്ന് അറിഞ്ഞുകൊണ്ട് ആ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവിടെ പുണ്യവും പാപത്വവും രണ്ടിനെയും പരിത്യജിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ, ഇവിടെ തന്നെ പുണ്യവും പാപവും അവനില്ല. അവൻ സ്വതന്ത്രനാണ്, എല്ലാം ഈശ്വര ഇച്ഛ കൊണ്ടാണ് നടക്കുക, ഈശ്വരൻ്റെതാണ് ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം. ഇതെല്ലാം നടക്കുന്ന ഈശ്വര ഇച്ഛയാണെന്നുള്ള അറിയാം. ഈശ്വരനായി സമർപ്പിക്കുക, ഭഗവാനായി സമർപ്പിക്കുക. ഭഗവത് ഇച്ഛ, അവിടെ ഞാനില്ല എന്നറിഞ്ഞുകൊണ്ട് ആ അഹന്തയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. തസ്മാൻ യോഗായ യുജ്യസ്വ, അങ്ങനെ യോഗത്തിനായിക്കൊണ്ട് നീ പ്രയത്നിക്കൂ. അപ്പോൾ ഈ കർമ്മയോഗം എന്നുള്ളത് പ്രയത്നം കൊണ്ട് അതേ പൂർണ്ണതയിലെത്തണം. ആ പൂർണ്ണത പറയുന്നത് തന്നെയാണ് കർമ്മയോഗത്തിൻ്റെ പൂർണ്ണതയാണ് എന്ത്? ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധിയിൽ ആത്മജ്ഞാനം പ്രതിഷ്ഠിതമാകുന്നു, വ്യക്തമാകുന്നു, നിഷ്ഠയാകുന്നു, മോക്ഷമായി. അപ്പോൾ അതിലൂടെയാണ് കർമ്മയോഗത്തിലൂടെയാണ് ചിത്തശുദ്ധി, ചിത്തശുദ്ധിയുടെ പരമമായ ലക്ഷ്യമായ മോക്ഷം, ആത്മജ്ഞാനം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള യോഗം എന്നുള്ളത് കർമ്മസു കൗശലമാണ്. കർമ്മത്തിലുള്ള ഈ കുശലതയാണ്, അല്ലെങ്കിൽ ഈ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, എല്ലാം ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സമർപ്പണമാണ് കുശലത. ആ കുശലതയിലൂടെ അവൻ്റെ അഹന്തയെ അവൻ സ്വയം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ചിത്തശുദ്ധി, അതാണ് ചിത്തശുദ്ധി. അതാണ് ഒരു അധികാരിയാകുന്നത് അവന്. എന്തിന്? മോക്ഷത്തിന്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉപേ സുഹൃത ദുഷ്കൃതേ തസ്മാ യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അപ്പോൾ കർമ്മയോഗം എന്നുള്ളത് വിവേകത്തോടെ എല്ലാം ഈശ്വരനെ അർപ്പിച്ചാണ് ചെയ്യേണ്ടത്, നിസ്വാർത്ഥമായിട്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ആത്മീയതയോ, നമുക്ക് പലതും നേടാനും, അല്ലേ, തുച്ഛമായ ലൗകികമായ കാര്യങ്ങൾ നേടാനും, രക്ഷ നേടാനും, യോഗവും ക്ഷേമവും, അവിടെ ഭഗവാൻ പറയേണ്ടത് നിരോഗക്ഷേമ ആത്മവാൻ എന്ന് പറഞ്ഞാലും യോഗവും ക്ഷേമവും നോക്കുന്ന അല്ലാതെ, കാമ്യകർമ്മങ്ങളല്ലാതെ നീ നിൻ്റെ സ്വധർമ്മമായിരിക്കുക, ആ സ്വധർമ്മം ലാഭ ഇച്ഛയില്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ഇച്ഛയില്ലാതെ നീ എനിക്കായി സമർപ്പിക്കേ
എന്നിൽ സമർപ്പിക്കുക എന്ന് ഭഗവാൻ അവിടെ എടുത്തു പറയുന്നത് ഈ തത്വം. നമ്മൾ ജീവൻ എന്നുള്ളത് മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ജീവൻ ഇരിക്കുന്നത്. പ്രവൃത്തികളെല്ലാം അതാണ്. ഈശ്വരൻ തത്വജ്ഞൻ തന്നെ, തത്വം ആത്മതത്വം തന്നെ ഈശ്വരൻ, അതന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെ മായയെ തൻ്റെ കൈവശം വെച്ചുകൊണ്ട് അവിടെ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടിയും ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്നു. അവിടെ അദ്ദേഹത്തിന് അവിടെ കർത്തവ്യബോധം ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് നല്ലതോ കെട്ടതിനോ ഒന്നിനും ഇപ്പോൾ സൂര്യൻ അവിടെയുണ്ട്, ഇവിടെ ചൂട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ തന്നെ ഈശ്വരന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. ഒരുവനെ മുക്തനാക്കുന്നത് പോലും, ഒരുവനെ ബന്ധനനാക്കി നിർത്തുന്നത് പോലും എല്ലാം ഈശ്വര നിശ്ചയമാണ്. ഈശ്വരൻ്റെ നിശ്ചയമല്ലാതെ ഇവിടെ യാതൊന്നും നടക്കുന്നില്ല എന്നാണ്. പക്ഷെ നമ്മുടെ അഹന്ത കൊണ്ട് നമ്മൾ അതിനെ കാണുമ്പോൾ അതിൽ പല തരത്തിലുള്ള വീക്ഷണങ്ങളായി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മുടെ ചിന്തകളായി. അഹന്തയാണ് നമ്മൾ ഇതിനെല്ലാം ചെയ്യുന്നത്, നിലനിർത്തുന്നതെല്ലാം, ഈ ലോകത്തെയും എല്ലാത്തെയും. ആ അഹന്തയ്ക്ക് കാരണം മായ, അറിവില്ലായ്മ, അജ്ഞാനം. ആ അജ്ഞാനത്തിന് നാശത്തിന് കാരണം ജ്ഞാനം. ആ ജ്ഞാനത്തിന് തെളിവുണ്ടാക്കാൻ ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധിക്കായി കർമ്മയോഗം. അപ്പോൾ ആ കർമ്മയോഗപരമായിട്ട് സത്കർമ്മങ്ങൾ ചെയ്യണം എന്നിവിടെ ഉപദേശിച്ചുകൊണ്ട് അവിടെ സത്കർമ്മങ്ങളെ ചെയ്യുള്ളൂ. അവിടെ സുഹൃത്തും സത്കർമ്മങ്ങൾ പറഞ്ഞ ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന പോലും അർത്ഥമില്ല. അവിടെ ദുഷ്കർമ്മവും ചെയ്യുന്നില്ല, സത്കർമ്മവും ചെയ്യുന്നില്ല. അല്ല, ഈശ്വര കർമ്മങ്ങളാണ്, ഈശ്വരനാണ് ചെയ്യുന്നത് എന്നിരിക്കെ അവിടെ സുഹൃതവും ദുഷ്കൃതവും, അതായത് പുണ്യവും പാപവും ആ ബുദ്ധിയുക്തന് കർമ്മയോഗിക്ക് അതിനെ പരിത്യജിക്കുന്നു. അത് അദ്ദേഹത്തെ തട്ടുന്നില്ല, അദ്ദേഹത്തിൽ വന്നു ചേരുന്നില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാ യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. നമസ്കാരം.